കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പ്രീതിയുടെയും അർജുനേട്ടന്റെയും വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനിടെയാ വിഷം ചേർന്ന പായസം പ്രീതിയുടെ ഉള്ളിൽ ചെന്നത്. അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇവിടെ ഇപ്പൊ ഉണ്ട്. കൂട്ടത്തിൽ ഒരാൾ പുറത്ത് നിൽപ്പുണ്ട്. ആളെ അകത്തേക്ക് വിളിക്കാൻ മാഡം അനുവദിക്കണം. വിളിച്ചോളൂ. സുസ്മിത എന്ന പേരുള്ള ഒരു പെൺകുട്ടി പുറത്ത് നിൽപ്പുണ്ട്. ഒന്ന് വിളിക്കാവോ? ശരി. മറ്റാരൊക്കെയായിരുന്നു അന്ന് സെലിബ്രേഷനിലുണ്ടായിരുന്നത്? അന്ന് അർജുനേട്ടൻ, പ്രീതി, വിഷ്ണുവേട്ടൻ, ഞാൻ, പിന്നെ സത്യാമ്മ, അച്ഛൻ, സുസ്മിത, പിന്നെ വീട്ടിലെ കാര്യസ്ഥനും ഹൗസ് മെയ്ഡും, പിന്നെ ഫംഗ്ഷൻ കവർ ചെയ്യാൻ 2 ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ടായിരുന്നു. ആരാന്ന് പായസം ഉണ്ടാക്കിയത്? സത്യാമ്മ. പക്ഷെ പായസത്തിൽ വിഷം ചേർത്തത് സത്യാമ്മയല്ല. അത് ശാലിനിക്ക് എങ്ങനെ അറിയാം? യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്. ഇതാണല്ലേ സുസ്മിത? അതെ മാം. സുസ്മിതയും സത്യാമ്മയുടെ കുടുംബമായിട്ടുള്ള ബന്ധം? എന്റെ കൂട്ടുകാരിയുടെ മകളാ അവള്. കേട്ടോ സുസ്മിതേ, ഞങ്ങൾ ആ പായസത്തിൽ വിഷം കലർത്തിയ കേസില്ലേ, അതിനെപ്പറ്റി സംസാരിച്ചു നിൽക്കുകയായിരുന്നു. അതിന് ഞാനെന്തിനാ? പ്രത്യേകിച്ചൊന്നുമില്ല. സുസ്മിത കൂടി ഉൾപ്പെട്ട സംഭവമായതുകൊണ്ട് ഒന്ന് വിളിപ്പിച്ചെന്നേ ഉള്ളൂ. നന്നായി വിയർക്കുന്നുണ്ടല്ലോ സുസ്മിതേ. അത് നല്ല ചൂടല്ലേ? പോലീസിനെ പേടിയുണ്ടോ സുസ്മിതയ്ക്ക്? ഞാനെന്തിനാ പേടിക്കുന്ന മാം? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ശാലിനി പറഞ്ഞോളൂ, ആരാണ് കുറ്റവാളി? പ്രീതിക്കുള്ള സേമിയ പായസത്തിൽ വിഷം ചേർത്തയാൾ. ഒരു പിഞ്ചു കുഞ്ഞ് പിറവിയെടുക്കും മുമ്പേ അരിഞ്ഞു തള്ളിയാൾ. കോൾഡ് ബ്ലഡഡ് മർഡറർ. ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് മാം ആള്. ദൈവമേ, ഇവളെന്നെ കാട്ടിക്കൊടുക്കുവോ? ശരി, അതാരാണെന്ന് പറയൂ. അത് പറയാൻ സമയമായിട്ടില്ല മാം. എന്റെ പ്രീതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയ ആളെ എനിക്കങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. എല്ലാ തെളിവുകളോടും കൂടിയായിരിക്കും ഞാൻ ആളെ മാഡത്തിന് കൈമാറുന്നത്. എന്ത് തെളിവുകളാണ് ശാലിനിയുടെ കയ്യിലുള്ളത്? പായസത്തിൽ ചേർത്ത വിഷം, അത് കൊണ്ടുവന്ന കവറിലെ ഫിംഗർ പ്രിന്റ്സ് അടക്കമുള്ള ഫോറൻസിക് തെളിവുകൾ. ശരി, എത്രയും പെട്ടെന്ന് അത് പോലീസിന് കൈമാറും. പക്ഷേ ഇയാളെപ്പോലെ ഒരു പോലീസ് ഓഫീസറിന്റെ കയ്യിൽ ആ തെളിവുകളെ ഏൽപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് മാഡം. സഹദേവന്റെ അല്ല, എന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാവും ഈ കേസിന്റെ അന്വേഷണം. ഇത് ശാലിനിക്ക് ഞാൻ തരുന്ന വാക്കാ. മാം, ഒന്നുകൂടിയുണ്ട്. സത്യാമ്മയെ വിട്ടയക്കണം. പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥ കുറ്റവാളിയായിരിക്കണം. ശരി, സത്യാമ്മയെ വിട്ടയച്ചേക്ക്. അറസ്റ്റ് വേണ്ട. ശരി മാഡം. ശാലിനിയോടുള്ള വിശ്വാസത്തിലാണ് ഞാനത് ചെയ്യുന്നത്. വാക്കാണ് മാം. പ്രീതി വിഷമിക്കണ്ട.
യഥാർത്ഥ കുറ്റവാളിയെ തന്നെ നിയമത്തിന് മുന്നിൽ എത്തിച്ചിരിക്കും. ശരി, ഇനി എല്ലാവർക്കും പോവാം. താങ്ക് യു മാഡം. എന്താ പോവാം? എന്നാ വിളിച്ചോളൂ സഹദേവ. ആരെയാ മാഡം? സിസിലിയെ. മോശം. കൃഷ്ണകുടിച്ചേട്ടാ, ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടെന്താ? നിന്റെ പിടിപ്പുകേട് കൊണ്ടാ ഇതെല്ലാം സംഭവിച്ചത്. ഇതൊക്കെ നോക്കിയും കണ്ട് ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. എടി, നമുക്ക് കിട്ടാനുള്ള പണം ഒരു നിമിഷം മുമ്പേ എങ്കിൽ ഒരു നിമിഷം മുമ്പേ നമ്മൾ വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ അതിന് 100 ആവശ്യക്കാർ വേറെ കാണും. ദേ, അവൻ വരുന്നുണ്ട്. ആ ചോദിക്കാതെ വിടില്ല. ഡാ, നീ എന്താന്ന് വൈകിയേ? ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയിരുന്നു, അതാ. ഓ, ഇന്ന് തീയതി എത്രാന്ന് നിനക്കറിയാവോ? അത് ചോദിക്കാനാണോ അമ്മ കാത്തു നിന്നേ? അല്ല, 2-ാം തീയതി ആയെന്ന് പറയായിരുന്നു. അതിന്? എടാ, ഇന്നലെ നിനക്ക് ശമ്പളം കിട്ടിയതല്ലേ? ഓ, അത് ഞാൻ മറന്നുപോയി. ഇപ്പൊ എടുത്തോണ്ട് വരാം. എടി, നീ ശ്രദ്ധിച്ചോ? എടി, ജോലി കിട്ടിയിട്ട് ഇന്ന് വരെ അവൻ ഇങ്ങനെ ഒരു മറവി ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞേ പിന്നെ ഇതൊക്കെ. എന്തൊരു ചൂട്. ഇയാള് വായനയൊക്കെ തുടങ്ങിയോ? ഇത് സാറ് വായിക്കുന്നത് പോലെ കഥയും നോവലൊന്നും അല്ല, പാചക പുസ്തകമാ. പുതിയ വിഭവങ്ങളൊക്കെ പഠിക്കണ്ടേ? വലിയ ബിസിനസ് ഏരിയൊക്കെ ആയി. പിടിച്ചു നിൽക്കണ്ടേ സാറേ? അമ്മയെപ്പോലെ പരമ്പരാഗത വിഭവങ്ങൾ മാത്രം ഉണ്ടാക്കിയ പോരാ, നോൺ വെജും പഠിക്കണം. ഇവിടെ ആണല്ലോ വെച്ചിരുന്നത്. നോൺ വെജിൽ തന്നെ എത്രയേറെ വെറൈറ്റി ആണെന്ന് അറിയാമോ? ശരിക്കും ഞാൻ ഇവിടെ കുറച്ച് കാശ് വെച്ചിരുന്നു, അത് കാണുന്നില്ല. ഓ, അതാണോ സാറ് തിരഞ്ഞോണ്ടിരുന്നേ? അത് ഞാൻ എടുത്തു സാറേ. ഇയാളെടുത്തുന്നു? ആ, സാറിന്റെ ശമ്പളം അല്ലേ? ഞാൻ അതെടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ, അതിങ്ങിതാ. എന്തിനാ സാറേ? എടോ, ഓരോ മാസത്തെ ശമ്പളം ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അത്രയും പണവോ?
അത് കണ്ടപ്പോ തന്നെ എന്റെ തല കറങ്ങി. അത് ഈ PF ഒക്കെ പിടിച്ചു കഴിഞ്ഞുള്ള മുഴുവൻ ശമ്പളമാ. മുഴുവൻ ശമ്പളം അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാ സാറിന്റെ ചെലവിന് എങ്ങനെയാ പണം? അതിന്ന് 10-15 അമ്മ എനിക്ക് തരും. കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതും തരും. അപ്പോ സാറിന് സ്വന്തമായിട്ടൊന്നുമില്ല? എനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കണം. എടോ, അതിനിപ്പം ഇയാൾക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടല്ലോ. അങ്ങനെയാണോ സാറേ വേണ്ടത്? ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്നത് പോലെയാണോ സാർ എനിക്കൊരു സമ്മാനം വാങ്ങി തരുമ്പോഴുള്ള സന്തോഷം? ഭാര്യയ്ക്ക് കൺമഷിയും ചാന്തും വാങ്ങാൻ സാർ അമ്മയുടെ മുന്നിൽ ചുളിഞ്ഞു കൂടി നിൽക്കുന്നത് കാണാൻ എനിക്ക് വിഷമമുണ്ട്. പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അതും അവരുടെ കയ്യിലേക്ക് തന്നെയാ പോകുന്നത്. കസ്റ്റമേഴ്സ് കൊടുക്കുന്ന മുഴുവൻ തുകയും അവർ വാങ്ങിച്ചെടുക്കും. അതിന്ന് 1 രൂപ എന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ അടുത്ത ഓർഡർ കിട്ടണം. അതും പാചക സാമഗ്രികൾ വാങ്ങാനായിട്ട്. അതിലും ഓരോന്നിന്റെയും വിലയും തൂക്കവും ഒക്കെ അണാ പൈസ അടക്കം ബോധ്യപ്പെടുത്തണം. എന്റെ അധ്വാനത്തിനോ സമയത്തിനോ വിലയില്ല. ഞാൻ വിചാരിച്ചത് സാറിന്റെ കയ്യിലെങ്കിലും 10 പൈസ ഉണ്ടായിരിക്കുന്ന. നാളെ നമ്മളിൽ ആർക്കെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയ അപ്പോഴും അമ്മയുടെ മുന്നിൽ കൈ നീട്ടണം അല്ലേ? അല്ലടോ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് താനീ പറയുന്നേ? സാറിന് അക്കൗണ്ടിലല്ലേ ശമ്പളം വരുന്നേ? അതെ. അതിലിപ്പോ എത്ര ബാലൻസ് ഉണ്ട്? ബാലൻസ് സാരമില്ല. ഇപ്പൊ ഈ പണം നമ്മള് അമ്മയ്ക്ക് കൊടുക്കുന്നില്ല. വീട്ടു ചെലവും വാടക അടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം ഒരു നിശ്ചിത തുക കൊടുക്കുന്നതില് എനിക്ക് വിരോധമില്ല. ആവശ്യമോ ആർപ്പാടോ ആയിക്കോട്ടെ, ബോധ്യം ഉണ്ടെങ്കിൽ അതിനും കൊടുക്കണം തുക. അമ്മ സാരിയോ മാലയോ വാങ്ങിച്ചോട്ടെ, പക്ഷേ അത് സാർ അറിഞ്ഞിരിക്കണം. അടുത്ത മാസത്തെ ശമ്പളം വരുമ്പോ അതിന്ന് വീട്ടു ചെലവിനോ അമ്മയുടെ അമ്മാവിന്റെ ന്യായമായ ആവശ്യങ്ങൾക്കോ മാത്രമുള്ള തുക എടുക്കുന്നു. ബാക്കി അവിടെ കിടക്കട്ടെ, ആവശ്യമുള്ളപ്പോ എടുക്കാലോ. ഒരു കുടുംബമൊക്കെ ആയില്ലേ സാർ, നമുക്കും ഒരു പിടിപ്പ് വേണ്ടേ? എടോ, പക്ഷെ അതല്ല, പണം എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ അകത്തോട്ട് കയറി വന്നേ. ഇനിയിപ്പൊ അമ്മയടുത്ത് എന്ത് പറയുന്നു? സാറ് നേരെ ചെന്ന് കാര്യം പറ. അതിലൊരു നാണക്കേടും വിചാരിക്കണ്ട. സാർ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ. ഇത്രയും കാലം അത് വാങ്ങിച്ചെടുത്തതിൽ അവർക്കാ നാണക്കേട് തോന്നേണ്ടത്. അതും അല്ലെങ്കിൽ സാറിന്റെ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായപ്പോഴെങ്കിലും നിർത്താമായിരുന്നു. ശരി, സാറിന് മടിയാണെങ്കിൽ ഞാൻ പോയി പറയാം. നീ അങ്ങോട്ട് എഴുന്നള്ളിക്കണമെന്നില്ലടി, ഞങ്ങളെല്ലാം കേട്ടു. ഇത് വളരെ ചീപ്പായി പോയമ്മേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബെഡ്റൂമിലെ കാര്യം ഒളിച്ചു നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഞാൻ വാടക കൊടുക്കുന്ന വീടാടി ഇത്. ഇവിടെ എന്തൊക്കെ കാണണമെന്നും കേൾക്കണമെന്നും ഞാൻ തീരുമാനിക്കും. അവളൊരു ഭാര്യ വന്നേക്കുന്നു. നിങ്ങൾ വാടക കൊടുക്കുന്ന വീടല്ല, എന്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടാ. അതും അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ശമ്പളം വാങ്ങിച്ചെടുത്തിട്ട് അതിന്ന് തുച്ഛമായൊരു തുക നിങ്ങളുടെ കൈവഴി വാടക കൊടുക്കുന്ന വീട്. ഞാൻ പ്രസവിച്ച് പാലൂട്ടി പഠിപ്പിച്ച് വളർത്തി വലുതാക്കി മോനടിയത്. അവന്റെ ശമ്പളം വാങ്ങിക്കാൻ അവകാശമുള്ളത് കൊണ്ട് തന്നെയാ വാങ്ങുന്നേ. പ്രസവിച്ചതിന്റെ പാലൂട്ടിയതിന്റെ കണക്ക് ഇതുവരെ തീർന്നില്ലേ? ഇതൊക്കെ ചെയ്തതാ എന്റെ അമ്മേ. അവരാരുടെ ശമ്പളം വാങ്ങുന്നേ? സ്വന്തം അധ്വാനം കൊണ്ടാ അവരിപ്പോഴും ജീവിക്കുന്ന. മക്കളെ മരം കയറാനും വായി നോക്കാനും വിട്ടാ പോരടി, പഠിപ്പിക്കണം. എന്നാലേ ഭാവിയിൽ 4 കാശിന് ഒതകത്തുള്ളൂ. എന്നാലും നിനക്ക് ലോട്ടറിയല്ലേ അടിച്ചേക്കുന്നേ. എന്റെ മകനെ കണ്ണും കൈയും കാട്ടി വശത്താക്കിയത് കൊണ്ടേ ഒരു കോളേജ് ലെക്ചറെ ഭർത്താവായി കിട്ടിയില്ലേ?
സയൻസ് ലെക്ചറോ? നിങ്ങളൊക്കെ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ എനിക്കത്. എനിക്കൊരു കൺമഷി വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കയ്യും കെട്ടി തൊഴിൽ രഹിതനെ പോലെ കുനിഞ്ഞു നിൽക്കണമല്ലോ രാജീവ് സാറിന്. ശരികെ മതി, നിർത്ത്. സാറിന് ചുമ്മാ ഇരിക്കും. ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൂടി നിങ്ങളല്ലേ വാങ്ങിച്ചെടുക്കുന്നത്? അതും രാജീവ് സാറിനെ പ്രസവിച്ച വകുപ്പില്ല. ശാരിക നിർത്താൻ. പിന്നെ എനിക്കെന്ത് ലോട്ടറി അടിച്ചെന്നാ? നട്ടിലുള്ള ഒരു കൂലിവേലക്കാരനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അന്തിയാകുമ്പോ അമ്മയുടെ കാൽ ചുവട്ടിൽ വെക്കാതെ ശമ്പളം മുഴുവൻ കൈ കിട്ടുമായിരുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇപ്പോഴാടാ മോനെ നീ ഒരാണായത്. ഇതിന്റെ കുറവായിരുന്നു ഇവക്ക്. അമ്മയ്ക്കൊപ്പം ആവില്ലടി ഭാര്യ ഒരിക്കലും. ഇനിയെങ്കിലും ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താന്ന് കുഞ്ഞെന്ന് മനസ്സിലാക്കിയിരുന്നാ കൊള്ളാം. പ്രീതിക്കുള്ള സേമിയ പായസത്തിൽ വിഷം ചേർത്തയാൾ, ഒരു പിഞ്ചു കുഞ്ഞ് പിറവിയെടുക്കും മുമ്പേ അരിഞ്ഞു തള്ളിയാൾ. ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് മാം ആള്. പ്രീതി കഴിച്ച പായസത്തിൽ വിഷം ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയും പറയും. ഇടയ്ക്ക് പാകം നോക്കാൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഒരാള് പായസത്തിൽ എന്തോ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആന്റി എന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഭാമേ, നീ എന്തേ ആലോചിച്ചു കൂട്ടുന്നത്? സത്യഭാമ എന്തൊരു വലിയ വിഡ്ഢിയാണെന്ന് ആലോചിക്കായിരുന്നു രാഘവേട്ട. അതിപ്പോഴാണോ നിങ്ങക്ക് മനസ്സിലാവുന്നത്? പാമ്പിന് ഞാൻ പാല് കൊടുത്ത് വളർത്തിയത്. അതെന്റെ മകളുടെ വയറ്റത്ത് തന്നെ കൊത്തുമെന്നും നമ്മുടെ പരമ്പരയെ തന്നെ മുടിക്കുമെന്നും ഞാൻ കരുതിയില്ല. എന്നെ കണ്ടുപിടിച്ചോ? ഭാമേ, നീ ആരുടെ കാര്യം പറയുന്നേ? ഇവളുടെ കാര്യം തന്നെയാ. ഇവര് മണ്ടിയല്ല, മരമണ്ടിയാ. എന്റെ അമ്മ എന്തൊക്കെയാ പറയുന്നേ? മതിയടാ, ഇനി നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ നോക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അമ്മ ശാലിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് വേണ്ടിട്ടാ, അമ്മയെ രക്ഷിക്കാൻ വേണ്ടിട്ട്. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം എന്നീന്ന് മറച്ചു വെച്ചതും അതിനു വേണ്ടിയിട്ടായിരിക്കും അല്ലേ? എടാ, ഒരു 100 വട്ടം ഞാൻ ചോദിച്ചു വിഷ്ണു എവിടെയെന്ന്. അപ്പോഴെല്ലാം സമർത്ഥമായ നുണകൾ കൊണ്ട് എന്റെ കണ്ണ് കെട്ടുകയായിരുന്നു ഇവള്. അറസ്റ്റ് വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഈ സത്യഭാമയുടെ മകൻ ഒരു നിമിഷം പോലും ലോക്കപ്പിൽ ഉറങ്ങേണ്ടി വരില്ലായിരുന്നു. ചെളി വന്ന് വീണതേ
ഈ സത്യഭാമയുടെ മുഖത്താ, സത്യഭാമയുടെ മുഖത്ത്. അമ്മേ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അമ്മേ. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാനാ. എന്നെ പോലീസ് കൊണ്ടുപോയി വിവരം അമ്മ അറിയരുതെന്നേ എല്ലാവരുടെ എടുത്തു പറഞ്ഞതേ ഈ ഞാനാ. അമ്മേ, അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യമൊന്നും ഈ സമയത്ത് പറയാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷെ അമ്മ തിരിച്ചു കിട്ടില്ല എന്ന ഡോക്ടർ പറഞ്ഞേ. ഭാമേ, അവൻ പറയുന്നത് സത്യമാ. അതൊരു തെറ്റാണെങ്കിൽ ഞാനും അതിലൊരു പങ്കാളിയല്ലേ? അതൊരു തെറ്റ് തന്നെയായിരുന്നു. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചില്ല അല്ലേ? Excuse me. We are from Forensic Department.